ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്നലെ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഫുഡ് ഉണ്ടാക്കണമായിരുന്നു. അതായത് രാവിലെ ചേട്ടനുണ്ടുള്ള ചോറ് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഉച്ചയ്ക്കും അതെടുത്തു. പിന്നെ വൈകുന്നേരത്തിനുള്ള ഫുഡ് ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ ആകുമ്പോൾ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ചോറൊക്കെ വെച്ചു. പിന്നെ ഞാൻ ഒന്ന് കിടന്നുറങ്ങിയിട്ടൊക്കെ ഒരു 6 മണിയൊക്കെ ആയ സമയത്ത് ചോറ് വെച്ച് മാറ്റി വെച്ചിരുന്നു. ആ സമയത്ത് ഞാൻ കറി വയ്ക്കാൻ വേണ്ടി റെഡിയായി കേട്ടോ. അപ്പം ഇന്ന് എന്ത് കഴിക്കുമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് അമ്മ ഒരു കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉണക്കമീനുണ്ടല്ലോ, നമ്മുടെ കൊഞ്ചിൻ്റെ ഒരു ഉണക്കമീൻ കൊഞ്ചുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് അമ്മ എന്തോ ഒരു കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു കറി വേണമല്ലോ എന്ന് വിചാരിച്ച് ഓംലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓംലേറ്റ് അടിച്ചിരുന്ന സമയത്ത് 2-3 സവാളയും തക്കാളിക്കും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ കുറച്ച് തൈര് ഉരുപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എങ്കിൽ സലാഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് നമ്മൾ നോർമൽ സലാഡ് ഉണ്ടാക്കല്ല, ഇത് വേറൊരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. പണ്ട് എൻ്റെ അമ്മ ഇഷ്ടംപോലെ ഞങ്ങൾക്ക് ഇത് ഉണ്ടാക്കി തരുന്നത്. എനിക്ക് സലാഡിനെക്കാട്ടി ഏറ്റവും ഇഷ്ടം ഇങ്ങനത്തെ സലാഡാണ്. കാരണം ഇതുണ്ടാക്കിയാൽ നമ്മൾ ഇഷ്ടംപോലെ ചോറ് കഴിക്കുക. ഒരു ടേസ്റ്റൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റാണ്. നല്ല പുളിപ്പുള്ള തൈര് എടുക്കണം കേട്ടോ. നമ്മൾ ഈ കവർ തൈരിനെക്കാട്ടിയും നല്ലത് പുളിപ്പുള്ള തൈരാണ്. അപ്പോൾ അത് നല്ല കട്ടിയുമായിരിക്കും പുളിപ്പുള്ള തൈരാകുമ്പോഴേ. അപ്പോൾ ഈ ഒരു നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ വേണ്ടി. പിന്നെ നമുക്ക് ഈ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ സലാഡ് ഉണ്ടാക്കി കഴിക്കണം, നല്ല ടേസ്റ്റാണ്. പിന്നെ സാധാരണ നമ്മൾ ചോറിനോടെ കഴിക്കാം, എന്തിനോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ തെറ്റുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ കമൻറ്റായിട്ട് അറിയിക്കണം, അതനുസരിച്ച് ഞാൻ തിരുത്തുന്നതാണ്. ഇത് പിന്നെ ഞാൻ ഒരു തക്കാളിക്ക് എടുത്തിട്ടുള്ളൂ, പിന്നെ 2 സവാള എടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാ ചിക്കനൊക്കെ ഇങ്ങനെയൊക്കെ സവാള കറി വയ്ക്കാൻ വേണ്ടി സവാള അരിയത്തില്ല, അപ്പോൾ അതേപോലെ ഒന്ന് അരിഞ്ഞാൽ സലാഡിന് എടുക്കുന്ന സ്ഥിരം അതേ നൈസായിട്ടൊന്ന് അരിയണം. പിന്നെ തക്കാളിക്ക് നമുക്ക് എങ്ങനെ വേണം അരിയാം, കാരണം അത് നന്നാക്കി ചൂടിടിക്കുമ്പോൾ കുഴഞ്ഞായി പോകും. പിന്നെ ഒരു പച്ചമുളക് എടുക്കുന്നുണ്ട്, പക്ഷേ അത് ഞാൻ ഒരു മുട്ടയ്ക്ക് വേണ്ടി പകുതി എടുത്തതിൻ്റെ ബാലാണ് സാധനമായിട്ടോ എടുത്തത്. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം കൂടെ എടുക്കുന്നുണ്ട്. അങ്ങനെ 1.5 പച്ചമുളക് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫുള്ള് വലിയ കത്തിക്കാനായിട്ടോ അരിയുന്നത്. ഈ കത്തിക്ക് അധികം മൂർച്ചയില്ലായിരുന്നു. പിന്നെ ഈ വെള്ളറയും രാമുവിൻ്റെ അല്ലത്തുള്ള വെള്ളറയാണൊക്കെ ഇരിക്കുന്നില്ലേ, അത് കുറേ വർഷമായിട്ട് കുറേ നാളായി വാങ്ങിച്ചിട്ട്. അപ്പം അതും കൂടെ ആയതുകൊണ്ട് നമുക്ക് അരിയാനൊക്കെ ഭയങ്കര പാടായിരുന്നു. കയ്യിൽ നിന്ന് കൂരിപ്പോണം. എനിക്ക് കറക്റ്റല്ല വിരലിലിരുന്ന അവിടെ. പിന്നെ പിച്ചാത്തിക്ക് ഒട്ടും മൂർച്ചയില്ലായിരുന്നു. ഞാൻ ഏതോ ഒരു പിച്ചാത്തി എടുത്താനായിട്ട് അരിഞ്ഞത്. ഞാൻ ദിവസം അരിയാൻ നല്ല മൂർച്ചയുള്ള പിച്ചാത്തി ഇവിടെ ഉണ്ട്. അപ്പോൾ അത് അവിടെ കണ്ടില്ല. 2 ഉണ്ടെങ്കിൽ ഒരെണ്ണമാണ് അരിയാൻ വേണ്ടി എടുത്തത്. പിന്നെ ഇതെല്ലാം അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു പച്ചമുളകും കൂടെ എടുത്തുകൊണ്ട് വന്നു. പിന്നെ പച്ചമുളകും തക്കാളിക്കും ചേട്ടൻ തലേദിവസം വാങ്ങിച്ചുകൊണ്ട് വന്നത് നല്ല വലിയ പച്ചമുളകാണ് കേട്ടോ. എന്ന് വെച്ചാൽ നല്ല പിന്നെ നമ്മളെ കറിക്കൊക്കെ ഇടുന്ന നല്ല വലിയ പച്ചമുളക്. അപ്പോൾ ഇത് അത്യാവശ്യം വലുതായതുകൊണ്ട് എനിക്കിത് മതി കേട്ടോ. നമ്മൾ വേറെ പൊടിയോ അങ്ങനെയുള്ള ഒന്നും ചേർക്കാത്തതുകൊണ്ടാണ് എനിക്ക് വേണ്ടി നമ്മൾ ഇത്രയും പച്ചമുളക് ഇടുന്നത്. നമുക്ക് ഇപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുന്നവർക്ക് അവരിഷ്ടത്തിനായിരിക്കും എടുക്കുന്നത്. പിന്നെ നമ്മുടെ തൈര് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല തൈരാണ് കേട്ടോ. ഞാൻ നല്ല ഉടച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് നല്ല കട്ടയ്ക്കിരിക്കണുണ്ട്. അപ്പോൾ ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഗ്യാസൊക്കെ തീർന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അടുപ്പിലാണ് വയ്ക്കുന്നത്. പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിൻ്റെ അകത്തായിരുന്നു. ഈ അടുപ്പിൽ നിന്ന് റെസ്റ്റ് ഇല്ലായിരുന്നു. ഉച്ച തൊട്ട് വൈകുന്നേരം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ കത്തിക്കൊണ്ടേയിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് പൊടികളൊക്കെ കിടപ്പുണ്ട്, അത് വിറകിൻ്റെയാണ്. അത് പിന്നെ അത് ഉണ്ടാക്കിയതിന് ശേഷം നമ്മുടെ അവിടെ ക്ലീൻ ചെയ്തിടും. പിന്നെ പിറ്റേന്നും കഞ്ഞി വയ്ക്കാൻ നേരത്തെ അടുപ്പെല്ലാം ക്ലീൻ ചെയ്തിട്ടുള്ളൂ. ഇത് കണ്ടോ, തീയൊക്കെ കത്തി കേട്ടോ. ഞാൻ ഉള്ളി ഇട്ടപ്പോഴും കരിവേപ്പിലേക്ക് ഇട്ടപ്പോൾ ചട്ടിക്കകത്തോരൊക്കെ തീ പോയി കളായിരുന്നു. പക്ഷേ ഫയറിങ് ഉണ്ട്, ഇതുണ്ടല്ലോ, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൈ കൊണ്ടാണ് വരുന്നത്. നല്ല നമുക്ക് മുറിഞ്ഞൊക്കെ ഇരിക്കണമെങ്കിൽ നന്നായിട്ട് നീളും കേട്ടോ. പക്ഷേ ഞാൻ കൈ കൊണ്ട് വാരിയിട്ട് പിന്നെ ഫോൺ ഒറ്റക്കൈ കൊണ്ട് പിടിക്കണം, ഇതെല്ലാം ചെയ്യണം. അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തത്. പിന്നെ നമ്മുടെ പച്ചമുളക് ഇട്ട് വരട്ടിയിട്ടുണ്ട്. പിന്നെ തക്കാളിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളിക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് വെന്ത് വരണം. പിന്നെ ഇത് അടച്ചൊന്നും കൊടുക്കുന്നില്ല. ആവിയിലാകുമ്പോൾ കുറച്ചുകൂടെ വെള്ളം ഇറങ്ങി ആ ഒരു ഇതാവും. അതുകൊണ്ട് നമ്മൾ എണ്ണയിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഇത് മുട്ടയൊക്കെ ഒന്ന് കഴുകി എടുക്കണം കേട്ടോ. ഞാനിതിപ്പോൾ എടുത്തുകൊണ്ട് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് കഴുകി എടുക്കണം. പിന്നെ ഓംലേറ്റിനുള്ളത് ഞാൻ തയ്യാറാക്കി അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നതാണ് കേട്ടോ. പിന്നെ കരിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല തീ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തീയൊക്കെ എല്ലാം മാറ്റിയിട്ടാണ് കേട്ടോ വരട്ടിയെടുത്തത്. ഞാൻ വിചാരിച്ച് കരിഞ്ഞു പോകുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നവരൊക്കെ കാണും. ഇതിപ്പം ഞാൻ ഈ വീഡിയോ നമ്മുടെ അമ്മ ഇടുന്നത് ഇതിന് മുമ്പ് നമ്മുടെ അമ്മ ഇഷ്ടംപോലെ പ്രാവശ്യം ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഒരു പ്രാവശ്യം ഞാൻ യൂട്യൂബിലും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഞാൻ അതിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ എനിക്ക് അമ്മ ഉണ്ടാക്കി തരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അടിപൊളി സാധനമാണ്. ഇപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവർക്ക് കമൻറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഇതുപോലെ ട്രൈ ചെയ്യുന്നവർക്കും കമൻറ്റ് ഇടാം.
പിന്നെ അത് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. തൈര് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ആ ചൂടിൽ തന്നെ തൈര് ഇരിക്കണം. തൈര് ഇതിൻ്റെ അകത്തിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് തൈരൊന്ന് പിരിന്നങ്ങ് പോവും. ഈ പച്ച തൈര് അതിലങ്ങ് ഒഴിച്ച് വെച്ചാൽ പിന്നെ ഓംലേറ്റിനുള്ള ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം തീയൊക്കെ കുറവായിരുന്നു. പിന്നെ ചൂട്ടൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ അവിടെ രാത്രി സന്ധ്യ ആ സമയത്ത് ഈയലുണ്ടല്ലോ, നമ്മുടെ ഈയൽ അതൊക്കെ ഇറങ്ങിയായിരുന്നു. അത് നമ്മുടെ വീട്ടിൻ്റെ അവിടെ ചെറിയൊരു ഷെഡുണ്ട്, അതായത് ഒരു ചെറിയ ഗോഡൗൺ കണക്കത്താ. അപ്പോൾ അതിൻ്റെ അടിയിൽ ഇത്തിരി ചെറിയ ഇടവുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഇത് മൊത്തം പറഞ്ഞത്. അങ്ങനെ അച്ഛൻ പറഞ്ഞ് ലൈറ്റും കഥ എല്ലാം അടച്ചോളാൻ പറഞ്ഞപ്പോൾ അതാണ് ഈയൽ പറക്കുന്നത്. അപ്പോൾ 2-3 കിളികളൊക്കെ വന്നെടുക്കുന്നുണ്ട്. പിന്നെ ആകാശത്ത് ഞാൻ കാണിക്കുന്ന ചെറിയ കിളികളുണ്ടല്ലോ, മറ്റേ ഈ മഴയൊക്കെ കൊടുങ്കാറ്റൊക്കെ വരുന്ന സമയത്തൊക്കെ കിളി വരുമെന്നൊക്കെ പറഞ്ഞില്ല. അപ്പോൾ അതൊക്കെ അവിടെ കിടന്ന് പറക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഇഷ്ടം പോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കിളികൾക്കൊക്കെ ഇന്ന് ആഹാരമായി കണ്ടിട്ട് ഇത് നമ്മുടെ നാട്ടിൽ ഇതിനെ കാക്കത്തമ്പുരാട്ടി എന്നാണ് പറയണത്. ഇതിൻ്റെ വേറെ പേരെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ സൂം ചെയ്ത് കാണിച്ചു തരാൻ കേട്ടോ. ഈ കിളിയുണ്ട്. അപ്പോൾ അത് ഈയലല്ല കേട്ടോ, അത് നമ്മുടെ ആ കിളിയാണ് കേട്ടോ. ഈ കിളി 2-3 കിളികളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് അത് ആകാശത്തുനിന്ന് പറന്ന് കളിക്കുന്ന കിളിയുണ്ടല്ലോ, അപ്പോൾ അതാണ്. അപ്പോൾ ഞാനതൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീടിൻ്റെ അവിടെ നിന്നുണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ പറന്ന് പോകുന്നത് മൊത്തം അത് പിടിച്ച് തിന്നിയാണ്. ഞാനിത് കുറേ സമയം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നായിരുന്നു. പക്ഷേ അതിൻ്റെ വാലും അതിങ്ങനെ കറങ്ങി റൗണ്ട് അടിച്ചൊക്കെ ഇരുന്ന് പറക്കുന്നുണ്ടായിരുന്നു, പിടിച്ചെടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് തുണിയൊക്കെ മടക്കി വയ്ക്കാനുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് 7:30 ആയപ്പോൾ ഞാൻ ചോറിനാൻ വേണ്ടി പോയി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് കഴിക്കാനുള്ള ചോറിന് എടുക്കുന്നുണ്ട്. അപ്പം ഇത് കുത്തിരി ചോറാണ്, നമ്മളോട് അച്ഛന് കുത്തിരി ചോറാണ് ഇഷ്ടം. അപ്പോൾ അത് കുത്തിരി ചോറ് വയ്ക്കത്തുള്ളൂ. പിന്നെ ഒരു ഓംലേറ്റ് എടുക്കുന്നുണ്ട്. പിന്നെ അമ്മ വെച്ചൊരു കറി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ തൈരിട്ടുണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റായിരുന്നു. നല്ല ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കേണ്ട പറയില്ല, അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു. നിങ്ങളിതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ആദ്യമായിട്ട് കഴിക്കുന്നവരെ കാണാം. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അമ്മ ഉണ്ടാക്കി വേറൊരു കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതാണ്, ഞാൻ എപ്പോഴും റൂമിൽ ഇരുന്നേ കഴിക്കാറുള്ളൂ. ഞാൻ വേറെ വെളിയിലൊന്നും ഇരുന്ന് കഴിക്കില്ല. എനിക്ക് റൂമിൽ ഇരുന്ന് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.